300 കിലോമീറ്റർ ഓടിയ വാഹനമാണ്, വെറും 300 കിലോമീറ്റർ. ഇത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു 7 സീറ്റർ നമ്മുടെ നാട്ടിൽ പറയില്ലെന്ന് തോന്നുന്നു. മൈലേജ് കിട്ടുന്ന ഓടിക്കാൻ നല്ല സുഖമുള്ള ലെഗ് സ്പേസ് ഉള്ള അത്രയും ഓപ്ഷൻസ് ഉള്ള വണ്ടി. ഇത് നിങ്ങൾ ചിലപ്പോൾ റീവണ്ടി എടുക്കാൻ പോയാൽ ചിലപ്പോൾ ഇതിനേക്കാൾ ചിലപ്പോൾ ഒരു 5 ലക്ഷമൊക്കെ കുറഞ്ഞിട്ട് റീവണ്ടി നമ്മൾ സൈഡ് കുത്തിന് ജ്യൂസൊക്കെ കുടിച്ച് വണ്ടി സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകുന്നൊരു ഫീല് ആ ഒരു ടെക്നോളജി ഇതിലില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഷമീസ് കാസിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഷമീസ് കാസിൻ്റെ ഒരു പ്രത്യേകത വിലപ്പാകമാണ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ വിലപ്പാകത്തിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഷോറൂം തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടല്ലോ, പക്ഷേ ഈ ഒരു ഫീൽഡിൽ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഹോൾസെയിൽ ആയിട്ട് ഡീലർമാർക്ക് വണ്ടികൾ കൊടുത്തുകൊണ്ടുന്ന ആളാണ് ഷമീർ ഖാൻ. ലൊക്കേഷൻ വരുന്നത് മാങ്കാവാണ്. മാങ്കാവ് തിരുവണ്ണൂർ, കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. ഇതുവരെ വില കൂടിയിട്ടില്ല, നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളെല്ലാം മിതമായ വിലക്ക് ലഭിക്കുന്ന ഒരു ഷോറൂമാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് ഷമീർ കെ സ്വാഗതം ചെയ്യാം. ഷമീർ ഖാൻ സുഖമല്ലേ? അടിപൊളി, സന്തോഷം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ റെസ്പോൺസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റെസ്പോൺസ് ആയിരുന്നു. ഓൾമോസ്റ്റ് 60% വണ്ടികൾ നമ്മൾ പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് ഷമീർക്കൊക്കെ ഇങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നു. ബാക്കിയുള്ള ഷോറൂമുകാർ ചിലപ്പോൾ വില കൂടും, ചിലപ്പോൾ കുറയും. പക്ഷേ ഷമീർക്ക് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അതൊരു ബിസിനസ് ട്രിക്കാണ്? എന്നാലും ഒന്ന് സത്യത്തിൽ അത് നമ്മൾ തുടങ്ങി വന്നത് ശരിക്കും ആദ്യം വീട്ടിലിരുന്ന യാർഡിൽ ഡീലർമാർക്കായിരുന്നു നമ്മളെ കസ്റ്റമേഴ്സ് ഫുൾ ഉണ്ടായിരുന്നു. 90% ഡീലർമാരായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു ശീലം നമ്മളെ ബ്ലഡിലുണ്ട്. അതാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ഒരു ഹൈ വോളിയം മാർജിൻ എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു പേടിയുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാരണം നമ്മൾ ഒറ്റക്കാണ്, നമുക്ക് പാർട്ണർമാരോ ഫണ്ടർമാരോ ഒന്നുമില്ല. എന്താ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആരോടും ചോദിക്കാനില്ല, ഒറ്റക്ക് തീരുമാനം എടുക്കാം. അപ്പോൾ കിട്ടുന്നത് മതി, അത് വേണ്ട. പിന്നെ നമുക്ക് ഈ ഒരു ഇതുള്ളതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് മൊത്ത പബ്ലിസിറ്റിയിലാണ് നമ്മുടെ കച്ചവടം. കൂടുതലായിട്ട് അറിഞ്ഞറിഞ്ഞ് വരുന്നവരാണ് നമ്മുടെ അടുത്ത് വണ്ടി വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യും. വില കൂടി പോരുതെന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു ശ്രദ്ധ തന്നെയാണ് ഈ ഒരു വിലക്കുറവ്, വേറൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ സെഗ്മെന്റിൽ എല്ലാം ഉണ്ടോ? എല്ലാ വണ്ടികളും ഉണ്ട്? എല്ലാ ഓൾമോസ്റ്റ് നമുക്കൊരു 10, 12, 13 വണ്ടി കാണിക്കാം. മിനി കൂപ്പറാണ്, കൂപ്പറുണ്ട്, അതൊക്കെ ഉണ്ട്, കൺവേർട്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഡീറ്റെയിലിൽ. നമ്പർ നമ്മൾ വീഡിയോയിലെ റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഷമീർക്ക് എപ്പോഴും പറയുമ്പോൾ തന്നെ ഷോറൂം ജസ്റ്റ് വന്നൊന്ന് വിസിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും എല്ലാവരും ക്ഷണിക്കുക, പിന്നെ ക്ഷണിക്കുക. വണ്ടി നിങ്ങൾ വാങ്ങിക്കണ്ട, വണ്ടി നിങ്ങൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മളിതിനു മുമ്പ് പറഞ്ഞതാണ്. എല്ലാവരും വരാം. പലരും അങ്ങനെ വന്നവർ പിന്നെ വണ്ടി വാങ്ങിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ആഗ്രഹം വെച്ചിട്ട് ഓക്കെ, അടിപൊളിയാവട്ടെ. ഓക്കെ, എന്തായാലും ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഷമീസ് കാസിൽ നമ്മൾ ഒരു 1000 കിലോമീറ്റർ ഒക്കെ റേഞ്ചിലുള്ള കുറേ വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? 1000 കിലോമീറ്റർ, 1200 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെ വരുന്ന വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഹ്യുണ്ടയുടെ വെന്യൂ. വെറും 300 കിലോമീറ്റർ ഓടിയ വാഹനമാണ്, വെറും 300 കിലോമീറ്റർ. എങ്ങനെ ഷമീർക്ക് ഡീറ്റെയിൽ? ഇറങ്ങിയിട്ട് 3 മാസമായി. 360 കിലോമീറ്റർ ആയി. കറക്റ്റ് ബാക്കി 3 മാസത്തെ പഴക്കേ ഉള്ളൂ. അതായത് കമ്പനി എത്ര വാറണ്ടി കൊടുക്കുന്നത്? ഹ്യുണ്ടായുടെ വാറണ്ടി 3 വർഷം വാറണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും ആ 36 മാസത്തിൽ 33 മാസം ബാക്കിയാണ്, ബാലൻസ് ഉണ്ട്. 33 മാസത്തെ വാറണ്ടി ഉള്ള വാഹനമാണ്. ഓക്കെ, വന്നിട്ട് SX നൈറ്റ് എഡിഷൻ എന്ന വണ്ടിയാണ്. ബ്ലാക്ക് ആയിരിക്കും, മൊത്തം ബ്ലാക്ക് ആയിരിക്കും, പെട്രോൾ ആണ്. ഓക്കെ, സൺറൂഫ് വരും. ടോപ്പ് എൻഡ് അല്ല, അതിന്റെ താഴെയുള്ള ഓപ്ഷനാണ്. ഓക്കെ, സൺറൂഫ് ഒക്കെ വരുന്നത് പുഷ്പട്ടം വരുന്നില്ല? പുഷ്പട്ടം സ്റ്റാർട്ട് വരും, ഇൻബിൽഡ് സെറ്റ് വരും, പിന്നെ ഡാഷ് ക്യാബ് വരും ഇൻബിൽഡ്, പിന്നെ LED പ്രൊജക്ട് ലാമ്പ് വരും. അലോയ് വീൽസ് ഉണ്ടാവില്ല. ഓക്കെ, അതേ വ്യത്യാസമുള്ളൂ. ബാക്കി ബാക്ക് വൈപ്പർ ഉണ്ടോ? ബാക്ക് വൈപ്പർ ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ പ്രൈസിംഗ് ആണ് അറിയേണ്ടത്. പുതിയ വണ്ടിയായിട്ട് അതിനെ കമ്പയർ ചെയ്യാം. പുതിയ വണ്ടിക്ക് 13,70,70,000 രൂപയാണ് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ ഒരു ഓപ്ഷനിൽ ഓൺ റോഡ് ഇറങ്ങുന്ന സമയത്ത് 13,70,70,000 രൂപ വരുന്നത്. ഓക്കെ, നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 11,50,000 രൂപ. 11.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വാഹനം ലഭിക്കുകയാണ്. അതായത് 2,20,20,000 വ്യത്യാസം വന്നു കഴിഞ്ഞു. വെറും 360 കിലോമീറ്റർ ഓടിയ ഒരു വാഹനം, അണ്ടർ കമ്പനി വാറണ്ടി. ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടിയെടുക്കാം അല്ലേ? അങ്ങനത്തെ ഒരു വാഹനം. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് നോക്കാം. ഫസ്റ്റ് വാഹനം നമ്മുടെ വെട്ടിച്ചിൽ പ്രൈസിനൊക്കെ തന്നേക്കാണ്. എത്ര ലോഡ് കയറും? ഫുൾ ലോഡോ? അറൗണ്ട് 11 ലക്ഷത്തിന് മുകളിൽ കയറും, അറൗണ്ട് കയറും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ തുടക്കം തന്നെ അടിപൊളിയാണ്. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. നമ്മൾ നേരത്തെ കണ്ട മഹീന്ദ്രയുടെ XUV KL1 രജിസ്ട്രേഷൻ ആയിരുന്നു. ഇതും KL1 രജിസ്ട്രേഷനിൽ വരുന്ന കിയയുടെ സെൽട്ടോസ് ആണ്. ഏറ്റവും ന്യൂ ഷേപ്പാണ്, പുതിയ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വരുന്നല്ലേ? ഓക്കെ, എങ്ങനെയാ
2023 മോഡല് വെറും 12,000 കിലോമീറ്റർ ഓടിയ സെൽറ്റോസ് HTK പ്ലസിൽ IMT ഡീസൽ ഫുള്ളിന്റെ താഴേക്ക് താഴെ. അതിൽ ഓൾമോസ്റ്റ് ഇതിൽ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, 360 ക്യാമറ ഉണ്ടാവില്ല, അങ്ങനെ 1-2 ഫീച്ചേഴ്സ് വെച്ച് ബാക്കി ഓൾമോസ്റ്റ് വരുന്നുണ്ട്. പ്രൊജക്ടഡ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഇൻബിൽഡ് സെറ്റ് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ സ്കെറ്റ് വരുന്നുണ്ട്, 2 എയർ ബാഗ് വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ആളുകൾ ആഗ്രഹിക്കുന്ന ഓൾമോസ്റ്റ് ഉണ്ട്. അതായത് ബാക്കിയുള്ള വണ്ടികളുടെ ടോപ്പ് എൻഡിൽ വരുന്ന ഫീച്ചേഴ്സ് ഇതിൽ കിയ ഇത് കൊടുത്തിട്ടുണ്ട്. അതുമല്ല, കിയ എന്ന് വെച്ചാൽ നോർമലി 5 വർഷമല്ലേ വാറണ്ടി കൊടുക്കുന്നത് പുതിയ വണ്ടിക്ക്? 4 വർഷമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 27 വരെ 2027 വരെ നിലവിൽ കമ്പനിയിൽ വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ്. വെറും 12,000 കിലോമീറ്റർ ഡീസൽ വണ്ടി. നല്ല മൈലേജ് ഉണ്ടാവില്ല, 17 ഒക്കെ കിട്ടൂല എന്തായാലും കിട്ടും. ഓക്കെ, അത്രയും മൈലേജ് കിട്ടും. 17 വരെ പ്രതീക്ഷിക്കാം എന്തായാലും. അപ്പോൾ പുതിയൊരു വണ്ടി എടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്നും കൂടി ആലോചിക്കാം. തീർച്ചയായും ഇത് എത്ര കൊടുക്കാം, അതിന്റെ വില വ്യത്യാസം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. 14,90,000 രൂപ ചോദിക്കുന്നത്. ഇപ്പോൾ പുതിയ ഇറങ്ങുമ്പോൾ HTK പ്ലസിന് എത്ര വരുന്നുണ്ട്? ഏകദേശം എനിക്ക് തോന്നുന്നത് 17ന്റെ ആ റേഞ്ചിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലോ കിലോമീറ്റർ ഓടിയ ഒരു ഡീസൽ സെൽട്ടോസ് ആണ്. താല്പര്യമുണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. ലോൺ എത്ര കയറും? 90% ലോൺ കയറുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ ഒരു 700 വന്നിരിക്കുകയാണ്. മഹീന്ദ്ര XUV 700 KL 54 രജിസ്ട്രേഷനാണ്. മലപ്പുറം ജില്ല പൊന്നാനി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. പറഞ്ഞോളൂ ഷമീർക്ക. 2022 XUV 700 AX7. AX7ല് 2 ഓപ്ഷൻ വരുന്നുണ്ട്. ലക്ഷറി എന്ന് പറയുന്ന L വരുന്നുണ്ട്, അതല്ല അതിന് തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. അപ്പോൾ അഡാസ് ഇല്ല? അഡാസ് ഉണ്ടാവില്ല. അഡാസ് ടെക്നോളജി ഓപ്ഷന് തൊട്ട് താഴെ വരുന്നുണ്ട്. തൊട്ട് താഴെ. ഓക്കെ, അഡാസ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വാറണ്ടി എത്ര വരെ കൊടുക്കുന്നുണ്ട്? 2025 വരെ വാറണ്ടി എന്തായാലും ഉണ്ട്. 25 വരെ നിലവിൽ വാറണ്ടിയുള്ള ഡീസലാണോ? ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഓട്ടോമാറ്റിക് ഡീസൽ വാഹനമാണ്. എന്താ പറയുക, ഫുള്ളിൻ്റെ തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ അഡാസ് മാത്രമേ ഇല്ലാണ്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? ആക്ച്വലി ഇതുവരെ കമ്പയർ ചെയ്യുമ്പോൾ അഡാസ് എന്ന് വെച്ചാൽ നമുക്കെന്താ, ഇപ്പം നിങ്ങൾ വീഡിയോയിലൊക്കെ കാണാറില്ലേ, നമ്മൾ സൈഡ് കുത്തിന് ജ്യൂസൊക്കെ കുടിച്ച് വണ്ടി സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകുന്നൊരു ഫീല്, ആ ഒരു ടെക്നോളജി ഇതിലില്ല അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വാറണ്ടി ഉണ്ട്, എല്ലാം ഉണ്ട്, ഒന്നും നോക്കാനില്ല. നിങ്ങൾക്ക് പുതിയൊരു വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ക്ലീൻ ആണ്. ഓക്കെ, കിലോമീറ്റർ പറഞ്ഞത് നമ്മൾ 43,000 കിലോമീറ്റർ. ഓക്കെ, 43,000, 22 അല്ലേ? ഓക്കെ, എത്ര കൊടുക്കാം? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 23,80,000. 23,80. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു 30 ലക്ഷം രൂപയുടെ മുകളിൽ വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ, വലിയ മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഈ വിലയായിട്ട്. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കയറും? ലോൺ ഒരു 21-22 വരെ കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും മൈലേജ് എത്ര ഉണ്ട് എന്നുള്ളത്. വണ്ടി ഏതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും മൈലേജ് അറിയണം. എത്ര കിട്ടും? അറൗണ്ട് ഒരു 13 കിട്ടും. ഡീസലല്ലേ കിട്ടേണ്ട ആൾ. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. 7 സീറ്റർ വന്നിരിക്കുകയാണ്. കിയയുടെ കാരൻസ് ആണ്. എങ്ങനെയാണ് ഷമീർക്ക? 2023 ആകെ വണ്ടി ഇറങ്ങിയിട്ട് 8 മാസമായി കിട്ടുള്ളൂ. 8 മാസം മാത്രം? 8 മാസം പഴക്കം. വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, കിയ കാരൻസ് ഡീസൽ ഓട്ടോമാറ്റിക് ലക്ഷറി ലൈന് ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക്, ഏറ്റവും ടോപ്പ് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. അതെ, വെന്റിലേഷൻ സീറ്റ് ഇതിൽ വരുന്നുണ്ടോ? ഉണ്ടാവും, കാരൻസിൽ വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഒന്നും നോക്കാനില്ല. മൈലേജ് ഉണ്ടാവും അത്യാവശ്യം. ഓട്ടോമാറ്റിക് തന്നെ ഒരു 15 ഒക്കെ കിട്ടും. 15 അറൗണ്ട് എന്തായാലും കിട്ടും. ഇതിൻ്റെ ലോങ്ങിലൊക്കെ 15-ന് മുകളിൽ കിട്ടും. ഒരു 60 റേഞ്ചിൽ ഹൈവേയിലൊക്കെ പോകണമെങ്കിൽ ഒരു 16 റേഞ്ചിൽ കിട്ടും. 60 റേഞ്ചിലൊക്കെ പോകണമെങ്കിൽ അല്ലേ? എന്നൊരു ആവറേജ് നമുക്കൊരു 12 മുതൽ 16 വരെ. 14 മുതൽ 12ലേക്ക് ഒന്നും പോകില്ല, കുറയത്തില്ല. ഓക്കെ, 14 മുതൽ 16 വരെ മൈലേജ് കിട്ടുന്ന വെറും 8 മാസം പഴക്കമുള്ള 10,000 കിലോമീറ്റർ ഓടിയ കിയ കാരൻസ് ഏറ്റവും ടോപ്പിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. എത്ര കൊടുക്കാം? 19,70,000 നമ്മൾ ചോദിക്കുന്നത്. 19,50 കൊടുക്കാം. 19,500 സ്വന്തമാക്കാം ഈ ഒരു വാഹനം നിങ്ങൾക്ക്. 7 സീറ്ററിൽ ഇത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു 7 സീറ്റർ നമ്മുടെ നാട്ടിൽ പറയില്ലെന്ന് തോന്നുന്നു. മൈലേജ് കിട്ടുന്ന മൈലേജും സെഗ്മെന്റ് വൈസ് എല്ലാ ഫീച്ചറും വരുന്ന ലക്ഷറി ഫീലിംഗ് ഉള്ള വണ്ടി സെഗ്മെന്റ് വൈസ് ഇതിനേക്കാൾ കൂടിയ സാധനം പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഈ ഒരു സെഗ്മെന്റ് വൈസ് പറഞ്ഞാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ലോൺ മാക്സിമം കയറുള്ളൂ. ലോൺ ഒരു 18 രൂപ എന്തായാലും കിട്ടൂല. ഇതൊരു അടിപൊളി റെഡ് കളർ, ഒരു സ്പോർട്ടി കളർ അല്ലേ? അതെ, ഓഡി A4 ആണ്. ഓഡി A4 എന്ന് പറഞ്ഞാൽ വണ്ടി ഒന്നുമല്ല, ഒറിജിനൽ കേരള വാഹനം തന്നെ. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഇപ്പോൾ എങ്ങനെ ഡീറ്റെയിൽസ്? 2014 മോഡൽ ഓഡി A4 S ലൈൻ ടോപ്പ് എൻഡ് വേരിയന്റ്. ടോപ്പ് എൻഡ് അല്ലേ? 14 മോഡൽ രജിസ്ട്രേഷൻ 15 രജിസ്ട്രേഷൻ വരുന്നുണ്ട് അല്ലേ? സെക്കൻഡ് ഓണർ. ഓക്കെ, എത്ര ഓട്ടം പോയി? ഇപ്പോൾ കിലോമീറ്റർ 88,000.
88,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ വരുന്ന കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി, ഓഡി A4 ആണ്. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ വാഹനം ഡീസലാണ്. മൈലേജ് എങ്ങനെ പോയാലും ഒരു 15 മുതൽ 18 വരെ കിട്ടും അല്ലേ? ഏകദേശം 15 എന്തായാലും പറയാം. ഉറപ്പിച്ച് പറയാം. ഓക്കെ, അത് അത്രയും മൈലേജ് കിട്ടുന്ന ഒരു മെയിൻ്റനൻസും വളരെ കുറഞ്ഞ സെഗ്മെന്റ് ആണ്. പൊതുവേ നമ്മളിപ്പോൾ ചെയ്ത് കേട്ട അറിവിൽ ഓഡി A4, ബെൻസ് C ക്ലാസ്, BM 3 സീരീസ് അതൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ്. ആളുകൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലക്ഷറി സെഡാനാണ്, വാഹനമാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. മൈലേജും കിട്ടുന്നുണ്ട്. എത്ര ഇപ്പോൾ ഇതിന്റെ പ്രൈസിങ് എങ്ങനെ? നമ്മൾ ചോദിച്ചിരുന്നത് 17 ലക്ഷത്തിന് മുകളിലാണ്. നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് 16,85,000 കൊടുക്കാം. 16,85,000, 2014 മോഡൽ, 15 രജിസ്ട്രേഷൻ, S ലൈൻ, 88,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓഡി A4 കേരള വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, ലോണ് എത്ര കയറും? ലോൺ ഒരു 13-13.5 എന്തായാലും കയറാൻ ചാൻസ് ഉണ്ട്. ഞാൻ അതിന് മുമ്പ് കൊടുത്ത S ലൈൻ 13.5 കയറിയിരുന്നത്. അപ്പോൾ മാക്സിമം കിട്ടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു അത് അത്ര അവർക്ക് സിവിൽ സ്കോർ കുറവായിരുന്നു, എന്നിട്ട് അത്ര വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ കിട്ടുന്നതാണ്. അത്യാവശ്യം നോർമൽ സിവിൽ സ്കോർ ഉണ്ട്, കിട്ടുന്നതാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ഒരു ഓഡി A4 തന്നെയാണ്. KL20 രജിസ്ട്രേഷനുള്ള ഓഡി A4. ഇതൊരു വൈറ്റ് അല്ലേ? കേരള വണ്ടി തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, പറഞ്ഞോളൂ. 2015 ആണ് മോഡൽ. ഓക്കെ, 2017 വണ്ടി ഇറങ്ങുന്നത്. അത് ശരി. ഇയർ ബാഗ് വണ്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പ്രീമിയം പ്ലസിൽ ടോപ്പ് എൻഡ് വരുന്ന വണ്ടി. അപ്പോൾ 17 തൊട്ടുള്ള ടാക്സ് എല്ലാം അടച്ചിട്ടുണ്ടാവും അല്ലേ? ഡെലിവറി ടൈം മുതൽ ഉണ്ടാവും. ഓക്കെ, 2032 വരെ ഉണ്ടാവില്ല? അപ്പോൾ ഉണ്ടാവും. സമയം ഉണ്ടാവും. കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. ഡീസൽ ഓപ്ഷൻ റൂഫ് എല്ലാം വരുന്ന മോഡൽ. പ്രീമിയം പ്ലസിൽ ഫുൾ ഓപ്ഷൻ. ഓക്കെ, പ്രീമിയം പ്ലസ്. ഓക്കെ, അപ്പോൾ 17 രജിസ്ട്രേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടുന്നുണ്ട്. 2 വർഷത്തെ ടാക്സ് കൂടെ നമ്മൾ അടിച്ചിട്ടാണ് വണ്ടി എടുക്കുന്നത്. ഫിറ്റ്നസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ 15 വർഷം കണക്കാക്കുക, അത് വെച്ചിട്ടാണ്. അതാണ് ഏറ്റവും വലിയ ഗുണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, ക്ലീൻ എല്ലാം പ്രോപ്പറല്ല, വർക്കിംഗ് പ്രോപ്പർ. ഓക്കെ, എത്ര കൊടുക്കാം? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 18,25,000. 18,25,000 രൂപയ്ക്ക്. കിലോമീറ്ററും കുറേ ഓടിയിട്ടുള്ളൂ. 66 അല്ല പറഞ്ഞത്? 60 സംതിങ്. ഓക്കെ, സംതിങ് ആണ് ഓടിയത്. അപ്പോൾ നോർമൽ ഓട്ടേ ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ പണികളൊന്നുമില്ല. ഓക്കെ, ഒരു 17 ലക്ഷം ലോൺ കിട്ടും. 17 ലക്ഷം 16 എന്തായാലും കിട്ടും. 16 ഉറപ്പിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഥാർ വന്നു. ഇതൊരു എന്താ പറയുക, ജീപ്പ് ഥാർ എന്നൊക്കെ പറയുന്ന ഒരു വികാരമാണ് അല്ലേ? വേറൊരു കാറ്റഗറി. അതെ, വേറൊരു കാറ്റഗറി. യൂത്തിലല്ല, എല്ലാവരും വാഹനം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇങ്ങനൊരു സാധനം ആവശ്യമാണ്. ഓക്കെ, KL 11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് അല്ലേ? ഫാൻസി നമ്പറാണ്. 4x4 ആണ്. ഹാർഡ് ടോപ്പ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ. ഓക്കെ, സിംഗിൾ ഓണറാണ്. മോഡൽ 2021 മോഡൽ. 21 ആണ്. ഓക്കെ, ഇപ്പോൾ 2 ഇയേഴ്സ് കൊണ്ട് എത്ര ഓടിയിട്ടുണ്ട്? ഇപ്പോൾ കിലോമീറ്റർ 50,000 ഓടിയിട്ടുണ്ട്. മറ്റ് സർവീസുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ. അതെ, പെട്രോൾ 50,000 പോണേ നല്ല ഭ്രാന്തുള്ള ആളാണ് അല്ലേ? നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അതെ, നല്ല ഭ്രാന്തുള്ള ആളാണ് ഓടിച്ചത്. അതിന് മൂടുണ്ട് എന്തായാലും. വണ്ടി വെൽ മെയിൻറ്റെയിൻ ആണ്. ഫുൾ കണ്ടീഷനാണ്. എല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഒരു നീറ്റ് താറ് 4x4 ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനം 2021. എത്ര കൊടുക്കാം? നമ്മളെ സ്പെഷ്യൽ പ്രൈസ് വന്നിട്ട് 13,25,000 രൂപ. ഓട്ടോമാറ്റിക്കലി 4x4 വണ്ടി. അതെ, 13,20,000. ടോപ്പിൻ്റെ വാഹനം 13.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു താറ് കൊണ്ടുപോകാം. ഒരു 11 ലോൺ കയറും. 12 വരെ എന്തായാലും കയറും. ഓക്കെ, അപ്പോൾ അത്രയും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇറക്കാനും പറ്റുന്ന ഒരു വാഹനമാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. തീർച്ചയായും. ഇതാ വീണ്ടും ഒരു സെൽട്ടോസ് വന്നിരിക്കുകയാണ്. കിയയുടെ സെൽട്ടോസ് KL9 പാലക്കാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെ ഷമീർക്കായത്? 2022 മോഡൽ, 23 ഡെലിവറി, 3 മാസം ഡെലിവറി ആയ HTX ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ GT ലൈനായി അതിന്റെ തൊട്ട് താഴെ വെന്റിലേഷൻ സീറ്റ് വരില്ല. അതിലുള്ള വ്യത്യാസം. സീറ്റ് വെന്റിലേഷൻ വരില്ല. ബോസിന്റെ സെറ്റ് വരില്ല. ബോസിന്റെ സെറ്റ് വരില്ല. അത്രേ മാറ്റമേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എത്ര ഓട്ടം പോയി ഇപ്പോൾ? 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 16,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഡീസൽ വാഹനമാണ്. അത്യാവശ്യം മൈലേജ് കിട്ടൂലേ? ഒരു 17-18 എന്തായാലും കിട്ടുന്നുണ്ട്. അതാണ് കോമ്പാക്ട് SUV-ൽ ഇത്രയും മൈലേജും കിട്ടുന്നുണ്ട്. ഒന്നും നോക്കാനില്ല. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വാറണ്ടി 4 വർഷം ഉണ്ടാവില്ല. ഇനി 2023 വണ്ടി ഇറങ്ങിയത്. 27 വരെ വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ്. 23 3-ാം മാസമാണ്. 27 3-ാം മാസം വരെ വാറണ്ടി ലഭിക്കുന്നത്. ഇനി കറക്റ്റ് പറയുകയാണെങ്കിൽ 3 വർഷം കറക്റ്റ് വാറണ്ടി ബാക്കിയുണ്ടല്ലോ. ഓക്കെ, കമ്പനി വാറണ്ടിയിലേക്കാണ്. എത്ര കൊടുക്കാം? ഇതിന് ഡിക്ക് റീപ്ലേസ് ഉണ്ട്. ഡിക്കിന്റെ ഗ്ലാസ് മാറിയിട്ടില്ല. ഡിക്ക് മാത്രം. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മൾ ആസ്ക് ചെയ്യുന്നത് 16,90,000 രൂപ.
1690 ഡീസൽ മാനുവൽ സെൽട്ടോസ് 2023 വാഹനം HTX. നിങ്ങൾക്ക് 16,000 കിലോമീറ്റർ ഓടിയ വാഹനം സ്വന്തമാക്കാം. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ 15 ലക്ഷം വരെ കയറാൻ ചാൻസ് അല്ല. ഓക്കെ, അപ്പോൾ ബാക്കി ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കിയ നല്ലൊരു കോമ്പാക്ട് ഡീസൽ SUV സ്വന്തമാക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു MG ഹെക്ടറാണ്. KL 71 നിലമ്പൂർ രജിസ്ട്രേഷനുള്ള വാഹനം. MGയും ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും MG ഉണ്ട്. എല്ലാ മാസവും ഒരു 3 MG മിനിമം വെക്കുന്നുണ്ട്. മിനിമം. ഇപ്പോഴെത്ര സ്റ്റോക്ക് ഉണ്ടാവും? ഇപ്പം 3 എണ്ണം കയ്യിൽ, ഇപ്പോൾ 4 ഉണ്ട്. ഒന്നിപ്പോൾ ടോക്കൺ വാങ്ങിച്ചു, 3 എണ്ണം കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ MGക്കാർക്ക് ഇവിടേക്ക് സ്വാഗതം. കൂടുതലും ഡീസലാണ് ഉണ്ടാവാറുള്ളത്. ഇന്നത്തെ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, ഡീസൽ ഉണ്ടാവാറുണ്ട്, പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വേരിയന്റ്. പെട്രോളിൽ ഓട്ടോമാറ്റിക് ഇറങ്ങിയിട്ടുണ്ട്, ഓട്ടോമാറ്റിക്. ഡീസലിൽ ഓട്ടോമാറ്റിക് ഇല്ല. ഓക്കെ, മോഡൽ ഏതാ? 2020 മോഡൽ, 2020 DCT ഓട്ടോമാറ്റിക് അല്ല. ഓപ്ഷൻ ഷാർപ്പാണോ ടോപ്പാണോ? ഷാർപ്പ്, സൺറൂഫ് വരുന്ന, പാനോറമിക് വരുന്ന എല്ലാം വരുന്ന ഒരു ലക്ഷറിയസ് ഫീലിംഗ് ഉള്ള വാഹനം. ഓടിക്കാൻ നല്ല സുഖമുള്ള, ലെഗ് സ്പേസ് ഉള്ള, അത്രയും ഓപ്ഷൻസ് ഉള്ള വണ്ടി. അത്രയും ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ അഡീഷണൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൈനസ് പോയിന്റ് എന്ന് വെച്ചാൽ മൈലേജ് കുറച്ച് കുറവാണ്. അത് പറയാനില്ല, പെട്രോൾ ഓട്ടോമാറ്റിക് ഇത്രയും വലിയ വണ്ടിയല്ലേ, അതിനൊരു ബാക്കിയൊന്നും പറയാനില്ല. മൈലേജ് ലോസ് ഉണ്ടാവും എന്തായാലും. ഒരു 12 വരെയൊക്കെ മാക്സിമം നോക്കിയാൽ കിട്ടൂല. 8, 10 കിട്ടും. ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ലോങ്ങിൽ കിട്ടും, 10 കിട്ടും. 10 ഒരു സാധാരണ ഡ്രൈവിൽ 8 ആ റേഞ്ചിൽ പ്രതീക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ ലോങ്ങിൽ 12 വരെ കിട്ടിയവരുണ്ട്. ഇത് നല്ലോണം പോകുന്നുണ്ടല്ലോ ഇപ്പോഴും പെട്രോൾ ഓട്ടോമാറ്റിക്. വണ്ടിന്റെ സൗകര്യം ആലോചിക്കുമ്പോൾ പോകുമല്ലോ. പിന്നെ ഈ സെഗ്മെന്റിലുള്ള വണ്ടി ഇപ്പം നമ്മളിപ്പം ക്രെട്ട, ജീപ്പ്, കോമ്പസ്, ഈ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടിക്ക് ബിലോ 10 തന്നെ മൈലേജ് കിട്ടുന്നേ. ആളുകൾ ആ മൈൻഡ് സെറ്റപ്പ് മാറാത്തതുകൊണ്ടാണ്. അല്ല, മൈലേജ് വെച്ച് നോക്കുമ്പോൾ കുറവ് തന്നെയാണ്. പക്ഷെ ഈ ഒരു കാറ്റഗറിയിലെ ബാക്കിയുള്ള വാഹനങ്ങൾ നോക്കുമ്പോൾ ഇതേ ലെവലിൽ തന്നെ കിട്ടുന്നുള്ളൂ. ഏകദേശം തന്നെ കിട്ടുന്നുള്ളൂ. നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടി സൗകര്യമുണ്ട്, എല്ലാം ഫീച്ചേഴ്സ് ഉണ്ട്, ഓടിക്കാൻ സുഖമുണ്ട്, എല്ലാം ഉണ്ട് വണ്ടി. ഇത് പ്രിഫർ ചെയ്യുന്നു കൂടുതൽ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. എത്ര കൊടുക്കാം ഷമീർക്ക? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് വെറും 12,90,000 രൂപ. 2020 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ, ഷാർപ്പ്, ഫുൾ ഓപ്ഷൻ, പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു 11 ലക്ഷം ലോൺ കയറും. ഫുൾ എമൗണ്ട് ഓൾമോസ്റ്റ് ലോൺ കയറും. നമുക്കിവിടെ 12.5 ലക്ഷം നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ വണ്ടിക്ക് 12.5 ലക്ഷം ലോൺ പാസ്സായിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് പോകാൻ 2020 വണ്ടിയാണ്, ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് MG. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് കോമ്പാക്ട് SUV തന്നെ വന്നിരിക്കുന്നു. Volkswagen Tiguan KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ അല്ല. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2022 മോഡൽ ടൈഗൂൺ, 1 ലിറ്റർ ഫുൾ ഓപ്ഷൻ മാനുവൽ. ഓക്കെ, 1 ലിറ്റർ മാനുവൽ ഫുൾ ഓപ്ഷൻ വാഹനമാണ് അല്ലേ? അതെ. നോർമൽ അല്ലേ, ടർബോ അല്ലല്ലോ? അല്ല. ഓക്കെ, 1 ലിറ്റർ മാനുവൽ. ഓക്കെ, എത്ര ഓടി ഇപ്പോൾ? 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 20,000 ഓടിയ 2022 വാഹനം. വാറണ്ടി എത്ര വരെ പോകാൻ ചാൻസ് ഉണ്ട്? 3 വർഷം ഉണ്ടാവും. അതെ, 2025 വരെ വാറണ്ടി ഉണ്ട്. നിലവിൽ വാറണ്ടി 25 വരെ വാറണ്ടിയിൽ കിടക്കുന്ന വാഹനമാണ്. ഓക്കെ, വലിയ ഓട്ടം പോയിട്ടില്ല അല്ലേ? 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. കറക്റ്റ് ഓട്ടമാണ്, വലിയ ഓട്ടം പോയി. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല, ക്ലീൻ വണ്ടി. അതെ. ഓക്കെ, അപ്പോൾ ഒരു പുതിയ ടൈഗൂൺ എടുക്കുന്നവർക്കുള്ള ബെനിഫിറ്റ് ഉണ്ടോ ഇതിൽ? തീർച്ചയായിട്ടും. പ്രൈസ് നമ്മൾ അട്രാക്റ്റീവ് പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. എത്ര കൊടുക്കാം? ബെനിഫിറ്റ് തന്നെയാണല്ലോ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 12,25,000 രൂപയാണ്. നമുക്ക് ഏറ്റവും ഫൈനൽ 11,90,000 കൊടുക്കാം. 11,90,000 രൂപയ്ക്ക് 2022 1 ലിറ്റർ മാനുവൽ ഫുൾ ഓപ്ഷൻ 1 ലിറ്റർ മാനുവൽ ടൈഗൂൺ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ വാറണ്ടി ഉണ്ട്. നിലവിൽ 1 ഇയർ വാറണ്ടി ഇനി ബാക്കിയായിരിക്കും, കാരണം 4 മാസം വണ്ടിയാണ്. ഏകദേശം 1 ഇയർ വാറണ്ടി ബാക്കിയാണ്. 1 ഇയറിന് മുകളിൽ വാറണ്ടി ബാക്കിയുള്ള വാഹനമാണ്. ധൈര്യമായിട്ട് എടുക്കാം. കമ്പനി വാറണ്ടി വെച്ചാൽ കട്ടായിട്ടില്ലെങ്കിൽ അത് പ്രോപ്പർ സർവീസ് എല്ലായിട്ട് പോയിട്ടുണ്ടെന്ന് തന്നെ അതിൻ്റെ അർത്ഥം അല്ലേ? വാഹനം ധൈര്യമായിട്ട് എടുക്കാം. അത്യാവശ്യം മൈലേജ് ഉണ്ടോ? 1 ലിറ്റർ ആയതുകൊണ്ട് ഒരു 15 ഒക്കെ കിട്ടും. അറൗണ്ട് 14-15. 14-15. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ആ പ്രീമിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മിനിയാണ്, KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ. മിനി കൂപ്പറാണ്. കൺവേർട്ടബിൾ ആണ്. യെസ്, കൺവേർട്ടബിൾ ടൈപ്പാണ്. ഓക്കെ, ഇപ്പോൾ പ്രേമലു സിനിമയിൽ അവർ കൂപ്പർ എടുത്ത് കറങ്ങുന്നതായിട്ട് ഒരു ട്രെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ കൂപ്പർ തപ്പി കുറേ പേര് നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു വെറൈറ്റി സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. എന്തായാലും റാപ്പ് ചെയ്താണ്, ഫുൾ സ്റ്റിക്കർ റാപ്പ് ചെയ്താണ്. പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ? 2014 മോഡല്, വെറും 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 55,000. ഓക്കെ, കേരള വണ്ടിയാണോ അതോ? കേരള നമ്മളെടുത്തുള്ളൂ, കേരള നമ്മൾ കാണിക്കുന്നില്ല. അല്ല, കൂപ്പർ പെട്ടെന്ന് കാണുന്നവർക്ക് ഡൗട്ട്. ഈ വണ്ടിയാണോ? കേരള വണ്ടി 2014 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, പെട്രോൾ അല്ലേ? അതെ. ഓക്കെ, പറഞ്ഞോളൂ ബാക്കി. 2 ഡോർ ആണ്. ബാക്കി ഇതിപ്പോൾ റാപ്പ് ചെയ്താണ്, റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കാം?
പ്രൈസ് വന്ന് 24,50,000 രൂപ. 24.5 ലക്ഷം. ഇത് നിങ്ങൾ ചിലപ്പോൾ റീവണ്ടി എടുക്കാൻ പോയാൽ ചിലപ്പോൾ ഇതിനേക്കാൾ ചിലപ്പോൾ ഒരു 5 ലക്ഷം ഒക്കെ കുറഞ്ഞിട്ട് റീവണ്ടി കിട്ടും. അല്ല, നമ്മളിവിടെ വിൽക്കുന്ന ആളിപ്പം വിറ്റത് മറ്റേ ജാർഖണ്ഡ് വണ്ടി വിറ്റത് ഇപ്പോൾ 22.5 ലക്ഷം രൂപ. 22.5 ലക്ഷം രൂപ. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്, ഒന്നും നോക്കാനില്ല. പ്രത്യേകിച്ച് ട്രെൻഡിങ്ങിൽ പോയി കൊടുക്കാണ്, തപ്പിക്കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതേ സെയിം വണ്ടി തന്നെയാണ് ആ പടത്തിലുള്ളത്, കൺവെർട്ടബിൾ ആണ്. ഒന്നുമില്ല, പിന്നെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ഫൈനൽ അല്ലല്ലോ നമ്മളിപ്പോൾ പറയുന്നത്, എന്നും നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ലോൺ കയറുമല്ലേ? എത്ര വരെ? ഒരു 18 ലക്ഷം എന്തായാലും കയറും. 18 ലക്ഷം വരെ കയറും അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു 6 സംതിങ് കാണും. നല്ല ട്രാക്ക് അനുസരിച്ച് വേറെ കിട്ടേണ്ടതാണ്. ഞാൻ എൻ്റെ ഏകദേശ ധാരണയിൽ പറഞ്ഞതാണ്. ഓക്കെ, 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്ന ഒരു ഇന്ത്യൻ നിർമ്മിത കോമ്പാക്ട് എസ് യു വിയിൽ XUV 300, മഹീന്ദ്രയുടെ XUV 300 ആണ് വാഹനം. അതായത് ചൈൽഡ് സേഫ്റ്റി എല്ലാം കൊണ്ടും നല്ലൊരു മുൻപന്തിയിലേക്ക് എത്തുന്നൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2019 ആണ് മോഡല്. 2020 2-ാം മാസമാണ് വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, രജിസ്ട്രേഷൻ XUV 300 ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയ W8 ഓപ്ഷണൽ ഓട്ടോമാറ്റിക്. ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്, W8 ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ഡീസൽ AMT ആണ് വരിക. ഗിയർ ബോക്സ് ഡീസലും ആണ്. ഏകദേശം ഒരു 16-17 റേഞ്ച് മൈലേജ് കിട്ടും, എന്തായാലും കിട്ടും. AMT ആയതുകൊണ്ട് ആ റേഞ്ച് മൈലേജ് ഉണ്ടാവും. അത് മാത്രമല്ല, ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ മുട്ടിന്റെ അവിടെ വരെ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? എയർ ബാഗ് വരെ വരുന്നുണ്ട്. അത്രയും എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ്. പിന്നെ ABS EBD എല്ലാ സിസ്റ്റവും വരുന്ന ഫുൾ സേഫ്റ്റി ഉള്ളൊരു അടിപൊളി കോമ്പാക്ട് SUV. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 65,000. ഓക്കെ, ഡീസൽ വാഹനമാണ്. 2019 4 വർഷം ആവാനായി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? 9,70,000. 9,70,000 രൂപയ്ക്ക് 2019 W8 20 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. W8 ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ഡീസൽ സൺറൂഫും കാര്യങ്ങളും ഒക്കെ വരുന്ന വാഹനമാണ്. താല്പര്യമുണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. സേഫ്റ്റി തന്നെയാണ് മെയിൻ, പിന്നെ ഓടിക്കാനുള്ള കംഫർട്ട് അല്ല, നല്ല കംഫർട്ടാണ് വണ്ടി. നമ്മൾ വിചാരിക്കുമ്പോൾ കൊതിക്കും, ചവിട്ടി നിർത്താൻ ചെയ്യാം. അതേപോലെ എല്ലാം കൊണ്ട് സേഫ്റ്റിയാണ്, ഒന്നും നോക്കാനില്ല. ഓക്കെ, ലോണ് ഒരു 9 ലക്ഷം എന്തായാലും കിട്ടും. 9 ലക്ഷം വരെ എന്തായാലും കിട്ടും. ഓക്കെ, മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. Volkswagen Vento KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനം. നല്ല അടിപൊളി ഒരു വെൻഡോ, നീറ്റ് വെൻഡോ. എങ്ങനെ ഡീറ്റെയിൽ? 2020 മോഡല് വെൻഡോ ഹൈലൈൻ പ്ലസ് ഫുൾ ഓപ്ഷൻ DSG ഓട്ടോമാറ്റിക് പെട്രോൾ 1 ലിറ്റർ പെട്രോൾ ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനമാണ്. DSG ഗിയർ ബോക്സ് എന്താ പറയുക, ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയൊരു വാഹനം. ഇപ്പോൾ കംപ്ലീറ്റ് നിർത്തലാക്കിയിരിക്കുകയാണ് എല്ലാം. അപ്പോൾ താല്പര്യം എടുത്തോളൂ, നല്ല പവറും എല്ലാം ഉണ്ടാവും. ടർബോ അല്ലേ ഒരു ഇത്? ടർബോ ആണോ? 1 ലിറ്റർ ടർബോ അല്ലേ? ഓക്കെ, ഏറ്റവും ടോപ്പ് ഉണ്ട് ഹൈലൈൻ പ്ലസ്. അന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 16.5 ലക്ഷം രൂപയുടെ മുകളിൽ വില വരുന്ന വണ്ടിയാണ്. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട് ഇപ്പോൾ? 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ വാറണ്ടി ഉള്ള വണ്ടിയാണ്. 2024 നവംബർ വരെ വാറണ്ടി ഉണ്ട്. ഇനി വേണമെങ്കിൽ 3 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്, ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഒന്നും നോക്കണ്ട, പെട്ടെന്ന് എടുക്കാം. മൈലേജ് ഒരു 12 റേഞ്ച് ഒക്കെ ഉണ്ടാവും. 12 റേഞ്ച് മൈലേജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രൈസ് കൂടെ പറഞ്ഞു. പ്രൈസ് ആസ്ക് ചെയ്തത് 9,75,000. 9,75,000 രൂപയ്ക്ക് ഹൈലൈൻ പ്ലസ് പെട്രോൾ ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് വരുന്ന Volkswagen Vento സ്വന്തമാക്കാം. ഒരു 8-8.5 ലോൺ കിട്ടും, എന്തായാലും കിട്ടും. 1 lakh കാണുമ്പോൾ ഇറക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു വാഹനമാണ്. വെൽ നീറ്റാണ് കേട്ടോ, ഒന്നും പറയില്ല. നല്ല അടിപൊളി ഒരു നീറ്റ് വണ്ടി. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് പോളോന്ന് വിചാരിച്ചു, പിന്നെ കയറിയപ്പോൾ എന്താന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ നമ്മളെ അവസാനത്തെ വാഹനമായിരുന്നു. അപ്പോൾ ഷമീസ് കാസിലെ വാഹനങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക. നിങ്ങൾ ഇത്രയും കാലം തന്ന സപ്പോർട്ട് നമുക്ക് ഇനിയും തന്നുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ പേജസ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷമീസ് കാസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അല്ലേ, എല്ലാം ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഷമീർക്ക് വളരെ നന്ദി. ഇനി അടുത്ത സ്റ്റോക്ക് വന്നിട്ട് നമ്മൾ ഇപ്രാവശ്യം മിസ്സായത് ഒരു യൂണീക്ക് ആയിട്ടാണ്, അത് വരാനുണ്ടായിരുന്നു പക്ഷേ ലേറ്റ് ആയിപ്പോയി അല്ലേ, നാളെ എത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മളൊരു യൂണീക്ക് ഐറ്റമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ആൻഡ് ബൈ.